ഈ ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ സന്ദർശിക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്തെല്ലാം കരുതലുകളാണ് സ്തോത്രം നമ്മൾ ചെയ്യുന്നതല്ലേ. സ്തോത്രം. ഈ ഭൂമിയുടെ പരപ്പിൽ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് കടന്നു വരുന്ന വ്യക്തിക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നു എങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം നമ്മെ ഓരോരുത്തരെയും സന്ദർശിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ഒരുക്കമുള്ളവരായിരിക്കണം. കാരണം ഹല്ലേലൂയ, വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ദൈവം നമ്മെ സന്ദർശിക്കാൻ നാം ആരാ? ഒന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ കൊച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ വീട്ടിൽ വല്ലതും വരുമോ? നമ്മുടെ വീട്ടിൽ വരത്തില്ല. പക്ഷെ പറയുക സർവശക്തൻ വരുമെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ യോഗ്യത നോക്കിയൊന്നും അല്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ വിചാരിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുമില്ല ദൈവമക്കളെ. എന്നാൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച ദൈവമാണ് ഈ ദൈവം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ. സ്തോത്രം. 144 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദാവീദ് എഴുതി, യഹോവേ, മനുഷ്യനെ ഗണ്യനാക്കുവാൻ അവനെന്ത്, മനുഷ്യപുത്രനെ വിചാരിപ്പാൻ അവനെന്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ വാക്യം സങ്കീർത്തനം 8-ല്ല, 144-3. യഹോവേ, മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവനെന്ത്, മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവനെന്ത്. ഞാൻ എന്തുള്ളൂ അല്ലേ? എന്ത് യോഗ്യത? ഒന്നുമില്ല. പക്ഷെ ദാവീദ് അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുക, അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഇന്ന് പകൽ നമ്മെ ദൈവം എന്തിനാണ് സന്ദർശിക്കുന്നതെന്നറിയാമോ? നമ്മുടെ കൈകളെ യുദ്ധത്തിനായും നമ്മുടെ വിരലുകളെ പോരിനായും അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നമ്മെ യുദ്ധം അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ഹല്ലേലൂയ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, പക്ഷെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം നമ്മളെ സന്ദർശിക്കണമേ എന്ന് ഉള്ളത്തിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ വേണം അത് പറയാൻ. കാരണം 17-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. നിന്റെ കണ്ണ് നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. എൻ്റെ ദൈവമേ, സ്തോത്രം. എൻ്റെ പൊന്നു ദൈവമേ, രാത്രി വരരുത്, പകല് മാത്രം വന്നാൽ മതി. ചിലർ പറയും പകൽ വരരുത്, രാത്രി വന്നാൽ മതി. കാരണം ഞാൻ ഉറങ്ങിക്കിടന്നാൽ പിന്നെ ഞാനൊന്നും ചെയ്യത്തില്ലല്ലോ, ഒന്നും അറിയത്തില്ലല്ലോ. പക്ഷെ പകല് ഞാൻ ആളത്ര ശരിയല്ല. ചിലർ പറയും പകല് ഞാൻ ശരിയാ, പക്ഷെ രാത്രി ഞാൻ ശരിയല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. ദൈവം എന്തിനാ രാത്രിയിൽ സന്ദർശിച്ചത്? നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. ദൈവം എന്തിനാ സന്ദർശിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ഉദ്ദേശ ശുദ്ധിയെ ഒന്ന് പരിശോധിച്ചു നോക്കാന്. പ്രൈസ് ഗോഡ്. അവിടെ പറയുകയാണ്, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല, എന്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്നാ പ്രാഗൽഭ്യാന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. നാളെ പറയാനുള്ളത് ഇന്ന് രാത്രി കിടന്നിട്ട് എന്ത് ചെയ്യാം?
സ്തോത്രം. വാക്കുകളൊക്കെ അങ്ങ് സംഘടിപ്പിച്ച് വെച്ചിട്ട് നാളെ ഞാനൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. സ്തോത്രം. കട്ടിലെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുക, ഉറക്കം വരുന്നില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, സ്തോത്രം, ഇതുപോലെ ചിലതെല്ലാം ഹല്ലേലൂയ ആകാത്ത വാക്കുകൾ, പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ, സമാധാനം നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ, സംഘർഷമുണ്ടാക്കുന്ന വാക്കുകൾ ഒരു ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ല. രാത്രിയുടെ യാമങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ ദാവീദ് പറയുകയാണ്, സ്തോത്രം, എൻ്റെ വായിൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. രാത്രിയിൽ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവേ, ദിവസത്തിൻ്റെ 24 മണിക്കൂറും പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല. നീ എന്നെ സന്ദർശിച്ചാൽ ദുരുദ്ദേശമൊന്നും കണ്ടെത്തത്തില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം സ്തോത്രം നമ്മെ ശോധന ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. ഈ ശോധന ചെയ്തിട്ട് ദൈവം എന്തിനാ? സ്തോത്രം, നല്ല പാത്രത്തിൽ നല്ലത് പകരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളെയെല്ലാം മനോഹര പാത്രങ്ങളാക്കി ദൈവത്തിന് തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. നാം കോപത്തിൻ്റെ പാത്രങ്ങളായിരുന്ന സ്ഥാനത്ത് നമ്മെ കരുണാപാത്രങ്ങളാക്കി മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കരുണാപാത്രങ്ങളിൽ ദൈവത്തിൻ്റെ പകർച്ചകൾ ധാരാളമായി ദൈവം പകരട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം സന്ദർശിക്കുന്ന സമയങ്ങൾ നോക്കിക്കേ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു, ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. അപ്പൊ ബേത്ത്ലേഹേമിൽ ക്ഷാമമായിരുന്നു. ഇവിടെ യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുക്കാൻ വേണ്ടി. സ്തോത്രം. മുട്ടില്ലാതെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവം സന്ദർശിക്കുന്നത് എന്തിനാ? നിന്റെ ക്ഷാമം മാറ്റുവാൻ. ക്ഷാമം അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ക്ഷാമകാലത്തും ക്ഷേമത്തോടെ നടത്തുവാൻ ഈ ദൈവം മതിയായ ദൈവം. ഞാൻ പറയട്ടെ, ബേത്ത്ലേഹേമിൽ ക്ഷാമം അറിയുന്ന ദൈവം, ബേത്ത്ലേഹേമിലെ ക്ഷാമത്തിന് ഹല്ലേലൂയ സമയപരിധി നിശ്ചയിച്ച ദൈവം, ആ സമയപരിധിക്കുള്ളിൽ തന്നെ സ്തോത്രം ഹല്ലേലൂയ അവിടുത്തെ ക്ഷാമത്തെ മാറ്റിയ ദൈവം. എൻ്റെ കൂടാരത്തിൻ്റെ അകത്തും വന്നു ഭവിക്കുന്ന ക്ഷാമങ്ങളെ മാറ്റുവാൻ എന്നെ സന്ദർശിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പോറ്റത്തക്കവണ്ണം എനിക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു തന്ന് എന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് നടത്തുന്ന ഒരു ദൈവം എന്നെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ചില ഇല്ലായ്മകളുടെ നടുവിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എത്ര നല്ല ദൈവമല്ലേ. സ്തോത്രം. ദൈവം നമ്മെ സന്ദർശിക്കട്ടെ. ദുരുദ്ദേശമൊന്നും കണ്ടെത്തുവാൻ ഇടയില്ലാതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജീവിതമായി മാറട്ടെ. നമ്മുടെ ക്ഷാമത്തിൽ സ്തോത്രം നമ്മെ സന്ദർശിച്ച് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ സമൃദ്ധി തരുന്ന ദൈവം. തീർന്നില്ല. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ജനം വിശ്വസിച്ചു, യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ദൈവജനത്തിൻ്റെ കഷ്ടത കണ്ട് പ്രൈസ് ഗോഡ് ജനത്തെ സന്ദർശിച്ച ദൈവം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആരും നമ്മുടെ കഷ്ടത കണ്ടില്ലെങ്കിലും നമ്മുടെ കഷ്ടത കണ്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ആരും കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഒരു ദൈവ പൈതലിനുണ്ടാകരുത്. 430 വർഷത്തെ കഷ്ടത കണ്ട ദൈവം അടങ്ങിയിരുന്ന ദൈവമല്ല, അവൻ ഇറങ്ങി വന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പറ, എൻ്റെ കൊച്ചു കൂടാരത്തിൻ്റെ അകത്ത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. ഞാനിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, ഞാനിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ അറിയുന്ന ഒരുവൻ എനിക്കുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിൻ്റെ മനസ്സിടിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇന്ന്
പകൽ മാറ്റം നൽകി തന്ന് നിന്നെ സമാധാനത്തിൽ നിറച്ചു മടക്കി അയക്കുവാൻ കഷ്ടത കാണുന്ന ദൈവം മാറി നിൽക്കുന്ന ദൈവമല്ല, ദൂരെ നിൽക്കുന്ന ദൈവമല്ല, ഇറങ്ങി വന്ന് സാന്നിധ്യം തന്ന് കഷ്ടതയിൽ ഉദ്ധരിച്ചെടുക്കുന്ന ദൈവമാണ് ഇന്ന് പകൽ. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ മേൽ, നിന്റെ കൂടാരത്തിന്റെ അടുത്ത്, നിന്റെ കൂടാരത്തിന്റെ അകത്ത് ഇന്ന് മുതൽ ഒരു വ്യത്യാസം വരത്തക്കവണ്ണം അനുഭവിച്ചറിയുന്ന ഒരു അനുഭവമായി മാറട്ടെ. Glory, hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 68-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് സെഖര്യാവ് പറഞ്ഞ കാര്യമാണ്. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും. അപ്പൊ എന്തിനാ സന്ദർശിക്കുന്നത്? ഉദ്ധാരണം ചെയ്യുവാൻ, ടു റെഡീം ദ പീപ്പിൾ, ജനത്തെ വീണ്ടെടുക്കുവാൻ. ഈ ഭൂമിയെ സന്ദർശിച്ച ദൈവമാ നമ്മുടെ ദൈവം. നോക്കണമേ, അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളൊന്ന് വായിച്ചട്ടെ. 71-ാമത്തെ വാക്യം മുഴുവൻ വായിക്കേണ്ട സമയമില്ല. തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ആ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് വെളിപ്പെട്ട ഒരു രക്ഷയുടെ കൊമ്പുണ്ട്. എന്തിന്? ജനത്തെ വീണ്ടെടുക്കുവാൻ. സ്തോത്രം. 74-ാമത്തെ വാക്യം വായിക്കാം. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. എന്തിനാണ് ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചത്? ഇന്ന് പകൽ മനസ്സിലാക്കണമേ. ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിപ്പാൻ, ആത്മാ സത്യത്തിലും ആരാധിക്കുന്ന ദൈവവൈതലെ, നിന്നെ ഭയപ്പെടുത്തുവാൻ ഒരു ശക്തിയെയും അനുവദിക്കാതെ വണ്ണം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനാൽ എന്നെ നിങ്ങളെ നിറച്ച ഒരു ദൈവമുണ്ടെന്ന്, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഉദ്ധരിച്ചെടുത്ത് ഇന്ന് പകൽക്കാലം എൻ്റെ നിങ്ങളുടെ മേൽ പകർന്നപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നാം ആയുഷ്കാലമൊക്കെയും ഈ ഭൂമിയിൽ തരുന്ന ആയുസ് മുഴുവൻ ദൈവത്തെ ഭയം കൂടാതെ ആരാധിപ്പാൻ പറ. ഇന്ന് പകൽ ഞാൻ ഈ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളൊന്നും എന്നെ ഭയപ്പെടുത്തത്തില്ല. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല എന്റെ മേൽ പകർന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനത്തോട് ഞാൻ പറയട്ടെ, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവ്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പന അനുസരിച്ച ദൈവവൈതലേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ തീരുമാനമെടുത്തോണം. എന്തിനാണെന്നറിയോ? ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ പ്രാപിച്ച ജനമാവര് പറ. ആ കൃപ എൻ്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. എത്ര പേർക്ക് അനുഭവമുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. 78-79 വാക്യങ്ങളോടെ വായിച്ച ഭാഗം. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് അങ്ങനെ ഒരു വഴി ദൈവം തുറന്നിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി. ആ വഴിയുടെ പ്രത്യേകതയാണ് അത് സമാധാനത്തിൻ്റെ വഴിയാണ്, സമാധാനത്തിൻ്റെ മാർഗമാണ്. ഇന്ന് രാത്രി ഇന്ന് പകൽ സമാധാനം നഷ്ടപ്പെട്ടാണോ ഈ ആലയത്തിൻ്റെ അകത്ത് വന്നത്? ഇന്ന് പകൽ നിന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് സമാധാനത്തിൻ്റെ മാർഗത്തിൽ നിർത്തുവാൻ, സമാധാനത്തിൻ്റെ പാതയിൽ നിർത്തുവാൻ, സമാധാനത്തിൻ്റെ വഴിയിൽ നിന്നെ നടത്തുവാൻ ഒരുവനുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ കരത്തിലൊന്ന് കൊടുക്കാൻ മനസ്സുണ്ടോ? സമാധാനം കെടുത്തിയിട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കുന്ന ദൈവമായ എൻ്റെ യേശു. എത്ര പേർക്ക് അനുഭവമുണ്ട്? നഷ്ടപ്പെട്ട സമാധാനത്തിൽ സമാധാനം മടക്കി ലഭിച്ചിട്ടുള്ളവർ മാത്രം കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്നിട്ട് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവവേദലേ സ്തോത്രം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അത് ദൈവത്തിൻ്റെ ആർദ്ര കരുണയാണ്. സ്തോത്രം. ദൈവം നമ്മോട് കാണിച്ച കരുണയാണ്. ഹല്ലേലൂയ. അപ്പോൾ ജനത്തെ ഉദ്ധരിക്കുവാൻ ദൈവം സന്ദർശിക്കും. 106-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവേ,
നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും. അപ്പോൾ ഇവിടെ പറയുന്ന തിരഞ്ഞെടുത്തവരുടെ നന്മ കാണണം, ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കണം, അവകാശത്തോടുകൂടെ പുകഴണം. എത്ര കാര്യങ്ങളൊന്നും ആലോചിച്ചു. അടുത്ത വാക്യം, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ദൈവവൈസലെ സ്തോത്രം. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം രക്ഷ കൊണ്ട് സന്ദർശിക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മെ രക്ഷിച്ച് നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞ ദൈവം ദൂരെ മാറി നിൽക്കുന്ന ദൈവമല്ല. ഇതുപോലെ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം പറ, ദൈവമേ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ എന്നെ ഒന്ന് സന്ദർശിക്കണമേ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു മാറ്റം, ജീവിതത്തിൽ ഇപ്പോഴെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷയങ്ങൾക്ക് ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അതിനകത്ത് വ്യക്തമായിട്ടൊന്ന് തിരിച്ചറിയണം. ദൈവമേ, നീ എന്നെ സന്ദർശിക്കണമെന്ന് ഉള്ളത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നവർ മാത്രം കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. വാഗ്ദത്തങ്ങളെ നൽകിത്തരുന്ന ദൈവം മാത്രമല്ല, വാഗ്ദത്തം ചെയ്തതുപോലെ നിവർത്തിച്ചു കൊടുക്കുവാൻ സന്ദർശിക്കുന്ന ദൈവമാണ്. സ്തോത്രം. എവിടെയാണ് തടസ്സമെന്ന്, എവിടെയാണ് ബ്ലോക്കെന്ന് നന്നായിട്ട് അറിയുന്നവൻ ആ ബ്ലോക്കുകളെ മാറ്റിയിട്ട് നിന്നിൽ ഉരുവാക്കിയെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യെസ്, ഉരുവാകത്തില്ല എന്ന് വാദിക്കുന്ന സ്ഥാനത്തും നിർജീവത്വം ഗർഭപാത്രത്തിന്റെ ഗ്രഹിച്ചിട്ടും അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു ദൈവകൃപയുണ്ട്. ഇന്ന് പകൽ ആ കൃപ ചിലത് ഉളവാകത്തക്കവണ്ണം, ചിലത് ഉരുവാകത്തക്കവണ്ണം വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു സന്ദർശനം എന്റെ ദൈവത്തിൻ്റെത് ഇന്ന് പകൽ നടക്കട്ടെ. അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 41 മുതൽ 44 വരെയുള്ള വാക്യം. ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. പറയാണ്, സ്തോത്രം. നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുക. എന്നിട്ട് നിന്റെ സന്ദർശനകാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാട കോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. നിങ്ങൾ കല്ലിൽ പറയട്ടെ, ദൈവം ഇതിലെ സ്തോത്രം. നിന്റെ സമാധാനത്തിനുള്ളത് എൻ്റെ യേശുവിൻ്റെ കയ്യിലുണ്ട്. അവനെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തിൻ്റെ പ്രഭു എന്ന്. അവൻ്റെ സുവിശേഷത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സമാധാന സുവിശേഷമെന്ന്. അവൻ നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സമാധാനത്തിൻ്റെ ആത്മാവെന്ന്. അങ്ങനെയാണെങ്കിൽ പറ, നിന്റെ സമാധാനത്തിനുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതവൻ മറച്ചു വയ്ക്കുന്ന ദൈവമല്ല, അവൻ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അതിനുവേണ്ടി സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ പറ, എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുന്ന
ആഗ്രഹിക്കുന്ന വിഷയത്തിൽ എൻ്റെ ദൈവമേ, നിന്റെ വെളിപ്പെടൽ ഒന്നുണ്ടായേ പറ്റത്തുള്ളൂ, നിന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ അതുപോലെ ആഗ്രഹിക്കുന്നവർ അല്പസമയം കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ സമാധാനം തല്ലിക്കെടുത്തിയിട്ടിരിക്കുന്ന വിഷയത്തിൽ എൻ്റെ ദൈവം സന്ദർശിക്കട്ടെ. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെ, അതിൻ്റെ പിന്നിലുള്ള ദുഷ്ടശക്തികളെ, അതിൻ്റെ പിന്നിലുള്ള പാരമ്പര്യ ശക്തികളെ, അതിൻ്റെ പിന്നിലുള്ള ജാതീയ ശക്തികളെ, അതിൻ്റെ പിന്നിലുള്ള ആഭിചാര ശക്തികളെ, അതിൻ്റെ പിന്നിലുള്ള മന്ത്രവാദ ശക്തികളെ, അതിൻ്റെ പിന്നിലുള്ള ഗുണോത്തര ശക്തികളെ, ആകാശത്തിന്റെ നിയമങ്ങള്, ഇന്ന് പകൽ സമാധാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കത്തക്കവണ്ണം കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കട്ടെ. നിന്റെ കുടുംബ ജീവിതത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി, നിന്റെ ബിസിനസ്സിനെതിരായി, നിന്റെ ജോലിക്കെതിരായി, നിന്റെ ആത്മീയ ശുശ്രൂഷകൾക്കെതിരായി സമാധാനത്തോടെ ശുശ്രൂഷയ്ക്ക് പോകുവാൻ കഴിയാതെ വണ്ണം അകത്തളത്തിൽ പോരാടിക്കൊണ്ട് നിൽക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറ്. എല്ലാ അന്യാരാധന ശക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ താഴെ വരട്ടെ. സ്തോത്രം. എന്നാൽ അറിയാതെ പോകരുത്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അറിയാതെ പോകരുത് നാം അവന്റെ സന്ദർശനം. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അറിയാതെ പോകരുത്. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 7-ാം വാക്യം. ആകാശത്തിലെ പെരുഞ്ഞാറ് തന്റെ കാലം അറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നു പോയിട്ടുണ്ടെന്ന് അവനവനറിയാം. സ്തോത്രം. ഇന്ന് പകൽക്കാലവും ഒരു മടങ്ങി വരവിൻ്റെ സ്തോത്രം പകല. എവിടെയെല്ലാം ദൈവിക കാര്യങ്ങളിൽ സ്തോത്രം നാം അകന്നു പോയിട്ടുണ്ട്, ഇന്ന് പകൽക്കാലം മടങ്ങി പോവാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ ജനമോ അറിയുന്നില്ല. ഞാൻ പറയട്ടെ, മടങ്ങി വന്നാൽ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. ഉപേക്ഷിക്കുന്ന ദൈവമല്ല. സ്നേഹത്തോടെ മാറോട് ചേർത്ത് പിടിച്ച് മുഴു സ്നേഹം കാണിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട് അതുപോലെ ഒന്ന് മടങ്ങി വരുവാൻ? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, മടങ്ങി വരാനിടയായി തീർന്നാൽ മരുഭൂമിയുടെ അനുഭവത്തിലാണ് കിടക്കുന്നതെങ്കിലും അല്ലെങ്കിൽ മടങ്ങി വരുവാൻ മനസ്സുള്ളവൻ ദൈവ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അവൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതും. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴത്തെ നിന്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ നീ ഒടുങ്ങി തീരത്തില്ല. സ്തോത്രം. അറിയാതെ നീ പട്ടുപോകത്തില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പേ, നീ ഉരുവാകുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ പദ്ധതികളുമായ ഈ ഭൂമിയിൽ നീ പിറന്നു വീണത്. തീർക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, അതൊക്കെ സ്ലോയിൽ വായിക്കും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം,
ഞാനോ അത് അറിഞ്ഞില്ല എന്ന് ആ പറഞ്ഞു. നിമിഷം വരെയും അറിഞ്ഞില്ല. അപ്പൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോഴും അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്ത് യാത്ര ചെയ്തു വരുമ്പോഴും ബേർശേബ മരുഭൂമിയിൽ കല്ല് തലേണയായി വെച്ച് കിടക്കുമ്പോഴും അറിഞ്ഞില്ല. പക്ഷെ അന്ന് രാത്രി ഈ 16-ാം വാക്യത്തിൽ യാക്കോബ് ഉറക്കമുണർന്നപ്പോൾ ഒരു കാര്യം സത്യമെന്ന് അവന് മനസ്സിലായി. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ മരുഭൂമിയിൽ ദൈവം എന്നെ സന്ദർശിച്ചു. ഞാൻ പറയട്ടെ, മരുഭൂമിയിൽ ആരും അറിയാത്തവനായി ഒടുങ്ങിപ്പോകേണ്ട സ്ഥാനത്ത് ലോകം മുഴുവൻ അറിയത്തക്കവണ്ണം ആ ഒരൊറ്റ മനുഷ്യനെ ഒരു രാഷ്ട്രമാക്കി പണിതെടുത്ത ദൈവമാണെങ്കിൽ പറ, ഞാൻ തീരത്തില്ല. എന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ചരിത്രം മാറ്റി എഴുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒറ്റ കാര്യം, ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം, യാക്കോബ് ഭയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ മുകളിൽ ദൈവം തുറക്കുമെന്ന് ഞാൻ പറയട്ടെ. ദൈവവൈതലെ, നിനക്ക് വേണ്ടി മാത്രം, യാക്കോബിന് വേണ്ടി മാത്രം തുറന്നെങ്കിൽ ആ വാതിൽ പിന്നെ അടഞ്ഞില്ല. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തുറന്നാൽ അത് അടയത്തില്ല, അടയ്ക്കാൻ പറ്റത്തില്ല, അടയ്ക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ വാതിൽ ദൈവം തുറന്നെങ്കിൽ അതിനകത്ത് കയറത്തക്കവണ്ണം വാതിൽ തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവം ഇതിലെ ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്ന് ഇതുപോലെ നമ്മെ പരിപാലിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മെ ഏകയായിട്ട് വിടാതെ പരിശുദ്ധാത്മാവൻ ദൈവത്തെ നമുക്ക് തന്നിട്ടുണ്ട്. തൃത്വത്തിൽ മൂന്നാമനായവൻ ദൈവത്തിൻ്റെ ശക്തി എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അത് എന്നിലും നിങ്ങളിലും പകർന്നിട്ടുണ്ട്. അത് അകത്തിരിക്കുക മാത്രമല്ല, അത് പുറത്തേക്ക് ഒഴുകുന്ന ശക്തിയാണ്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹോളി സ്പിരിറ്റ് വെരി സെൻസിറ്റീവ് ആകട്ടോ. ഹോളി സ്പിരിറ്റ് ഭയങ്കര സെൻസിറ്റീവാണ്. തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശിംശോന് പറ്റിയ പോലെ ഇരിക്കും. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. പിന്നെ അവർ ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ. സ്തോത്രം. ദൈവം തന്നെ വിട്ടു എന്ന് അറിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം മനസ്സിലാക്കണമേ, നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, നമ്മെ സാധാരണക്കാരല്ല, അസാധാരണ നിലയിൽ ദൈവം നമ്മെ നടത്തും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സാധാരണ പക്ഷികളെ പോലെ താഴ്ന്ന ലെവലിൽ പറക്കാനല്ല. ഒത്തിരി പ്രതിബന്ധങ്ങളും തടസ്സങ്ങളുമുണ്ട്. എന്നാൽ കഴുകനെ പോലെ ഉയരത്തിൽ ഒരു സഞ്ചാരപഥം കഴുകനു വേണ്ടി ഉയരങ്ങളിൽ കൊടുത്തിരിക്കുന്നതിൽ മറ്റു പക്ഷികൾക്കൊന്നും പറക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലും തളർന്നിരിക്കുന്ന അവസ്ഥയിലും കഴുകനെ പോലെ ശക്തി തന്ന് നിന്നെ ഉയരത്തിൽ പറപ്പിച്ച് നടത്തുന്ന ദൈവമാണെന്ന്. ദൈവമക്കൾക്കൊരു സഞ്ചാരപഥമുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നിരിക്കുന്ന ഉന്നതമായ വഴികളുണ്ട്, ഉന്നതമായ വിചാരങ്ങളുണ്ട്, ഉന്നതമായ ആലോചനകളുണ്ട്. അതിൽ സഞ്ചരിക്കുവാൻ എന്നെ നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കും? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിൽ ഇതുപോലെ ദൈവവുമായിട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം സങ്കീർത്തനക്കാരൻ പറഞ്ഞത് പറയും. 96-ാം സങ്കീർത്തനം 4-ാം വാക്യം. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞ്. 1, ദൈവം വലിയവൻ. സ്തോത്രം. 2, ഏറ്റവും സ്തുത്യൻ. ഹല്ലേലൂയ. ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തോട് ചേർന്ന ഞാൻ കൂടുതൽ എൻ്റെ വാ തുറക്കുന്നതെന്ന്. ഏറ്റവും സ്തുത്യൻ. 3 പറയുന്നു ഭയപ്പെടുവാൻ യോഗ്യൻ.
3 കാര്യങ്ങളാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ ദൈവത്തെ അറിഞ്ഞനുഭവിച്ചവനാണ്. സ്തോത്രം. അറിവിൽ നിൽക്കരുത്, നാം അറിഞ്ഞത് അനുഭവമായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോൾ സ്തോത്രം, 2ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. സ്തോത്രം. 2ാമത് സ്തോത്രം, ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൻ നാൾ തോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമ്മെ ദൈവത്തിൻ്റെ പ്രതിനിധികളാക്കി ഇവിടെ വച്ചിരിക്കുന്നത്. നാം ലോകത്തെ അറിയിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ സത്യം പേറുന്ന വക്താക്കളാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. അതിനെന്ത് വേണം? നല്ല ഒരു വിശാല ഹൃദയം വേണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ സ്തോത്രം, യേശുവിനെ ആദ്യമേ തിരിച്ചറിഞ്ഞ 2 ശിഷ്യന്മാരുണ്ട്. ആരാന്ന് പറയാമോ? ക്യുസല്ല, പ്രൈസ് ഗോഡ്. യോഹന്നാനും അന്ത്രയോസും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അകത്ത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വന്നപ്പോൾ സ്തോത്രം, ഇവർ സ്തോത്രം യേശുവിനെ കണ്ടു. യേശുവിൻ്റെ പിന്നാലെ പോയി. അവൻ പാർക്കുന്ന സ്ഥലം അന്വേഷിച്ചു, അവരോട് കൂടെ പാർത്തു. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. 39-40 വാക്യങ്ങൾ. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശീമോൻ പത്രോസിന്റെ സ്തോത്രം സഹോദരനായ അന്ത്രയോസ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ അന്ത്രയോസിൻ്റെ ഹൃദയം ഒരു ഭയങ്കര ഹൃദയമാണ് കേട്ടോ. സ്തോത്രം. നമുക്കുണ്ടായിരുന്നെങ്കിൽ അന്ത്രയോസിൻ്റെ ശുശ്രൂഷയെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ സ്തോത്രം അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്നലെ ഉണ്ടായിരുന്ന കാര്യമല്ല, ഒരൊറ്റ രാത്രി യേശുവിൻ്റെ കൂടെ ഇരുന്നതേയുള്ളൂ. സ്തോത്രം. അഭിപ്രായം മുഴുവൻ അങ്ങ് മാറി. പറയുകയാണ്, യേശു ആരാണെന്നാണ് പറഞ്ഞത്? ഞങ്ങൾ മെസ്സിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്നവനായതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പേരിട്ട് യേശു സ്തോത്രം ഈ ഭൂമിയിൽ ഭൂജാതനായപ്പോൾ മനസ്സിലാക്കണമേ, ആദ്യമായിട്ട് അന്ത്രയോസിൻ്റെ വായിൽ നിന്ന് വരിക ആ യേശു ഉണ്ടല്ലോ, നമ്മൾ കാത്തിരുന്ന മെസ്സിഹായ, നാം കാത്തിരുന്ന ക്രിസ്തുവ. പറയട്ടെ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് ദൈവികമായിട്ടുള്ള അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറയ്ക്കുന്ന ദൈവമാണ്. സ്തോത്രം. 2 സ്തോത്രം, ഈ യേശുവിനെ മെസ്സിഹയായി ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അന്ത്രയോസ് ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? പത്രോസിനോട്, തൻ്റെ സഹോദരനായ ശീമോനോട് ചെന്ന് ആദ്യമേ പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഒരുവൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വെളിപ്പാട് ദൈവത്തെക്കുറിച്ച് അത് മൂടി വയ്ക്കാനുള്ളതല്ല, അത് മറ്റുള്ളവരോട് പറയാനുള്ളതാ. സ്തോത്രം. നീ അനുഭവിക്കുന്ന സ്തോത്രം മെസ്സിഹ, നീ അനുഭവിക്കുന്ന ക്രിസ്തു, ആ രക്ഷ
നമ്മളിൽ ഒതുങ്ങാനല്ല, നമ്മിൽ കൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഒരാന്ത്രയോസിൻ്റെ ഹൃദയം നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യോടെ വായിക്കുമ്പോൾ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു പത്രോസിനെ കൊണ്ടുവന്നു, ശീമോനെ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്ത്രയോസിനോട് ഒന്നും പറഞ്ഞില്ല. അത്ര അന്ത്രയോസ് കൊണ്ടുവന്നവനോട് പറഞ്ഞു, സ്തോത്രം, നിനക്ക് എന്താകും? നിനക്ക് കേഫ എന്ന പേരാകും. സ്തോത്രം. അത് പത്രോസ് എന്നാകുന്നു. ശീമോൻ്റെ പേര് മാറ്റി എഴുതുന്നു. അന്ത്രയോസിൻ്റെ പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, സ്തോത്രം, അന്ത്രയോസ് സ്വാർത്ഥതയില്ലാത്ത ഒരുത്തനായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഞാൻ കൊണ്ടുവരുന്നവൻ എന്നെ കഴിഞ്ഞും വലിയവനാകണം. ഹല്ലേലൂയ. ഈ ഒരു മെൻറ്റാലിറ്റി ദൈവമക്കൾക്ക് വേണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അന്ത്രയോസിനുണ്ട്. നോക്കിക്കേ, സ്തോത്രം, ചില ഭാഗങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ച് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ച്. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശീമോൻ. ഇത് ഞാൻ പറഞ്ഞു പതുക്കെ സ്ലോയിൽ വായിക്കണം, സ്പീഡ് എടുത്തപ്പോൾ. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്ന പേരുള്ള ശീമോൻ. ആരുടെ പേരാ വരേണ്ടത് ആദ്യം? പ്രൈസ് ഗോഡ്. ഇവിടെ കാണിക്കുന്ന ഇച്ചിരി സ്പീഡിൽ ആദ്യമേ നേടണം. ഒന്നാമൻ പത്രോസ്. പിന്നെ അന്ത്രയോസിനെ പരിചയപ്പെടുത്തുന്ന എങ്ങനെ? അവന്റെ സഹോദരൻ അന്ത്രയോസ്. നമ്മളാണല്ലോ, സമ്മതിക്കുമായിരുന്നു. ആദ്യം എൻ്റെ എഴുതിയിട്ട് എൻ്റെ സഹോദരനായ ശീമോൻ പത്രോസ് എന്ന് പറയണം. ദൈവമക്കളെ, സ്തോത്രം, സ്വാർത്ഥതയില്ലാത്ത അന്ത്രയോസ്. തീർന്നില്ല. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ച്. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്. ഇവിടെ എല്ലാം കൊണ്ടുവരുമ്പോഴത്തേക്കും, സ്തോത്രം, പത്രോസിൻ്റെ കെയർ ഓഫിലായി ഇപ്പോൾ അന്ത്രയോസ് അറിയപ്പെടുന്നത്. സ്തോത്രം. ദൈവമക്കളെ, എന്നിട്ടും അവനെ ഏൽപ്പിച്ച സാക്ഷ്യം അവൻ എന്ത് ചെയ്തു? നിവർത്തിച്ചു. അവൻ യേശുവിനെ കുറിച്ച് പറയുവാൻ, യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ഒരു മടിയുമില്ലായിരുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, സ്തോത്രം, മറ്റുള്ളവരെ യേശുവിൻ്റെ അടുക്കലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ, യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഒരന്ത്രയോസിൻ്റെ ഹൃദയം എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്. അവിടെയും അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിടിയും. സ്തോത്രം. ചിലതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ദൈവ മക്കളെ, സ്തോത്രം, മനസ്സിടിയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മനസ്സിടിയുന്നത് ജീവിതത്തിൽ കേട്ടാലും മനസ്സിടിയുന്നവനിൽ കൂടെ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. മനസ്സ് നിൻ്റെ ഇടിക്കട്ടെ. ആരെങ്കിലും ചില വാക്കുകൾ കേട്ടിട്ട്, സ്തോത്രം, നിൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, നീ മുഖാന്തരം ദൈവത്തിന് ചിലതെല്ലാം ചെയ്യാനുണ്ട്. സ്തോത്രം. വായിച്ചേട്ടെ. അന്ത്രയോസ് അവനോട്. ഇത് ഫിലിപ്പോസ് 8-ാമത്തെ വാക്യം. ഇവിടെ ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്. വായിച്ചോ? അവന്റെ പക്കൽ ഒരു യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും കുറച്ചോ? 4 വെട്ടി കുറച്ചോ? 5 അല്ലേ ഉള്ളേ? യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്. അവന്റെ പക്കൽ 5 യവത്തപ്പവും.
ഞാൻ പറയുന്നത്രേ ഉള്ളൂ, അന്ത്രയോസിൻ്റെ മനസ്സിടിയാനുള്ള കാര്യമാണ് ശീമോൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ് സ്തോത്രം വീണ്ടും 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 ആവർത്തിച്ച് പറയുമ്പോൾ, എന്നാൽ ആ 5 അപ്പവും 2 മീനുമുള്ള ബാലകൻ്റെ കയ്യിൽ നിന്ന് അത് യേശുവിൻ്റെ കയ്യിലേക്ക് കൈമാറിയത് അന്ത്രയോസാണ്. ഞാൻ പറയട്ടെ, 5000 പോഷിപ്പിച്ച് അത്ഭുതങ്ങളെ ചെയ്യത്തക്കവണ്ണം മുഖാന്തരമായി തീർന്നത് അന്ത്രയോസ. പറ, മനസ്സിടിയേണ്ട കാര്യങ്ങൾ നിൻ്റെ മനസ്സിടിക്കത്തക്കവണ്ണം ചില വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. എൻ്റെ കയ്യിലുള്ള അല്പം എൻ്റെ ദൈവത്തിന് അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ, എൻ്റെ മനസ്സിടിഞ്ഞിരിക്കുമ്പോഴും അതിനെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു ചെല്ലുന്ന ദൈവപൈതലെ നീ അത്ഭുതം കാണും. ഹല്ലേലൂയ, സ്തോത്രം. അന്ത്രയോസിൻ്റെ മനസ്സെന്നാണെന്നറിയാമോ? സ്തോത്രം, ശുഭാപ്തി വിശ്വാസമുള്ള മനസ്സാണ്. ഇത് ഈ ബാലകൻ്റെ കയ്യിലിരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ഇത് അത്ഭുതമായിട്ട് മാറും. ഒരു ഓപ്റ്റിമിസ്റ്റിക് മൈൻഡ് അവനുണ്ടായിരുന്നു. പറ, ഇന്ന് പകൽ പറ, എന്നെ കൊണ്ട് എൻ്റെ ദൈവം ഇതുപോലെ ചെയ്യിക്കും. എൻ്റെ കയ്യിലുള്ള ചിലതിനെ നോക്കി ഞാൻ നിരാശപ്പെട്ടിരിക്കാനല്ല, എൻ്റെ കയ്യിലുള്ള അല്പത്തെ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ ഇതിന് ശേഷിപ്പുണ്ടാകത്തക്കവണ്ണം എൻ്റെ ദൈവം അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവമാ. അതുപോലൊരു അത്ഭുതം എൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അന്തരവസനം പറയാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ഉണ്ടാകും. സ്തോത്രം. ഞാൻ പക്ഷെ മടങ്ങി വരട്ടെ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം വലിയവനെന്ന് നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നാം അനുഭവിച്ചറിയുന്നത് അവനെ സ്തോത്രം അവൻ്റെ സാക്ഷിയാകാൻ, അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ഈ ദൈവം വലിയവനെന്ന് എല്ലാവരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവം പറഞ്ഞതനുസരിച്ച് സ്വസ്ഥത പ്രാപിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ തലേ തീ ഇരുന്നിട്ട് മറ്റുള്ളവൻ്റെ തീ കെടുത്താൽ നമ്മൾ പോയാൽ എങ്ങനെ ശരിയാണ്? ഒന്നാമത് നമ്മുടെ തലയിലെ തീ കെടണം. ഹല്ലേലൂയ. രണ്ടാമത് മറ്റുള്ളവരുടെ തലയിലെ തീ കെടുത്തണം. സ്തോത്രം, ഹല്ലേലൂയ. അതിനെന്തു വേണം? ഈ 96-ാം സങ്കീർത്തനത്തിൻ്റെ അകത്ത് യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമെന്ന് അനുഭവത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നതിന് മുമ്പ് 95-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യം അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു, ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവം സത്യം ചെയ്ത കാര്യമാണ്, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. കാരണം എന്താ? അതിൻ്റെ മുകളിലത്തെ വാക്യം, 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. ദൈവത്തിന് നീരസം. എന്തുകൊണ്ടാണ്? അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു തെറ്റിപ്പോകുന്ന ഹൃദയം. പ്രൈസ് ഗോഡ്. തെറ്റിപ്പോകുന്ന ഹൃദയം. എന്താ ഈ തെറ്റിപ്പോകുന്ന ഹൃദയത്തിൻ്റെ പ്രത്യേകത? 8-ാം വാക്യം, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ട് കഠിനപ്പെട്ട അനുഭവത്തെ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ കഠിനമാക്കരുതെന്ന്, തെറ്റിപ്പോകുന്ന ഹൃദയമാകരുതെന്ന്. സ്തോത്രം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും ദൈവാത്മാവിൽ ഞാൻ അത് ആവർത്തിക്കുക. ഇന്ന് കേൾക്കുന്ന ദൈവശബ്ദത്തിന് മുമ്പിൽ കഠിനപ്പെടാതെ അതിനെ സ്തോത്രം വിശ്വാസത്തോടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ കൈക്കൊള്ളുമെങ്കിൽ സ്വസ്ഥതയിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് വെച്ചാൽ എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ദൈവമക്കളെ, സ്തോത്രം. ഒരു സ്വസ്ഥതയുടെ അനുഭവം ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വസ്ഥത കെടുത്തിയിട്ടിരിക്കുന്ന അനുഭവത്തിൽ ഇന്ന് കേൾക്കുന്ന ദൈവശബ്ദം എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തുന്ന ഒരനുഭവമാക്കി തീർക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ തീർക്കണമെങ്കിൽ ഒരു ബന്ധം, ദൈവം വലിയവൻ, ഏറ്റവും സ്തുത്യൻ എന്ന് പറയുന്നതിന് മുമ്പ് 95-ാം സങ്കീർത്തനത്തിൽ സ്തോത്രം 7-ാമത്തെ വാക്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. വായിച്ചാട്ടെ. അവൻ നമ്മുടെ ദൈവമാകുന്നു,
നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാടായിട്ട് ഇടയനാകുന്ന ദൈവത്തിൻ്റെ ശബ്ദം ആടുകൾ കേൾക്കുന്നത് പോലെ കേട്ടിട്ട് പറയണം, അവൻ എൻ്റെ ദൈവമാണ്, ഈ ഇടയൻ എൻ്റെ ദൈവമാണ്. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, ആ ഇടയൻ മറ്റാരുമല്ല, ആ ഇടയൻ ഞാൻ തന്നെ. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരാടായിട്ട്, അനുസരണമുള്ള ഒരാടായിട്ട് മാറുവാൻ താല്പര്യമുള്ളവർ മാത്രം കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ച്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. യേശു കർത്താവ് പറഞ്ഞത് മനസ്സിലാക്കും, ഞാൻ നല്ല ഇടയൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവൻ്റെ കൈക്കലെ ആടുകളായിട്ട് നാം മാറും. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഞാൻ നല്ല ഇടയൻ. നല്ല ഇടയൻ്റെ പ്രത്യേകത എന്താ? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത ഒരൊറ്റ ഇടയനേ ഉള്ളൂ, നസറേയനായ യേശു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ജീവൻ നേടിയവരാണ്, ജീവൻ പ്രാപിച്ചവരാണ്. അങ്ങനെ പ്രാപിച്ച അനുഭവമുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കണ്ടോ, ആ സ്ഥാനത്ത് നിന്നാ ദൈവം നമ്മെ വിടുവിച്ചത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം. ഈയിടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവന്റെ കൈക്കലെ ആടാണെങ്കിൽ അവൻ തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയിട്ട് അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. അവൻ അവയ്ക്ക് മുമ്പായിട്ട് നടക്കും. ഞാൻ പറയട്ടെ, യേശു ഇടയനായിട്ട് ജീവിതത്തിലുണ്ടെങ്കിൽ, അവൻ്റെ കൈക്കലെ ആടാണെങ്കിൽ, ഞാൻ പറയട്ടെ, നീ എവിടെ പോയാലും നിനക്ക് മുമ്പായി നടകൊള്ളുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ വചനം തരുന്ന ഉറപ്പാണ്. ഈ വചനം വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. എന്നിട്ടോ, ആടുകൾ അവന്റെ ശബ്ദം ഒറ്റ കാര്യം, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് വായിച്ച് പഠിച്ച് അത് സ്വതന്ത്രം വിശ്വസിച്ച് അതുപോലെ ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ മുന്നിൽ നടകൊള്ളുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതിൻ്റെ ഗുണമെന്താണെന്നറിയാമോ? 27, 28, 29, 30 വാക്യങ്ങൾ. ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. ദൈവമേ, ആ കൈയൊന്ന് നോക്കിക്കേ. സ്തോത്രം. ദൈവത്തിന്റെ കരത്തിന്റെ അകത്താണെന്ന്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ളവരെ പിടിച്ചു പറിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ ദൈവം എന്നെ പിടിച്ചിട്ടുണ്ട്, അവന്റെ ഉള്ളം കയ്യിൽ എന്നെ വരച്ചിട്ടുണ്ട്. പിടിച്ചു പറിക്കുവാൻ സമ്മതിക്കാതെ വണ്ണം സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ഞാൻ സുരക്ഷിതനാണെന്ന് നല്ല ഒരു ഇടയൻ എനിക്കുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നിട്ട് പറയുകയാണ് വീണ്ടും, അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇതുപോലെ ഉറപ്പ് തരുന്ന വേറെ ഏതെങ്കിലും മാർഗമുണ്ടോ? ഇല്ല. ഈ ദൈവം ഇതുപോലൊരു ഉറപ്പ് തരിക. ഒരു കാലത്തും ശത്രുവിന് നിന്നെ പിടിച്ചു പറിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയുള്ളവരെ കൊണ്ട് 23-ാം സങ്കീർത്തനം എഴുതിക്കും. ദൈവം എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഞാൻ പറയട്ടെ, മുട്ടിപ്പോയ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? മുട്ടുകൂടാതെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന ഒരു ദൈവമുണ്ട്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല. കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിച്ചിലും, കൂരിരുളിൻ താഴ്വരയിലും ഏകനായി സഞ്ചരിക്കലും, ആദി എന്നെ കാത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. ആദി എന്നെ കാത്തിടുന്നതും
ആത്മനാഥൻ കൂടെയുള്ളത്. പ്രൈസ് ഗോഡ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഒരനർത്ഥവും ഭയപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവം 96-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം വലിയവൻ, ഏറ്റവും സ്തുതിയൻ. അതുകൊണ്ടാണ് 96-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ. പ്രൈസ് ഗോഡ്. യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവീൻ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, എപ്പോഴാണ് പാട്ട് പാടുന്നത്? സന്തോഷമുള്ളപ്പോഴാണ് പാടുന്നത്. ഈ ദൈവം ജീവിതത്തിൽ വലിയവനായി, നല്ല ഇടയനായി, വലിയ ഇടയനായി വെളിപ്പെട്ടാൽ ഞാൻ പറയട്ടെ, അവൻ നമ്മെ കൊണ്ട് പുതിയ പാട്ട് പാടിക്കുന്ന ദൈവമാണ്. സ്തോത്രം. നാശകരമായ അനുഭവത്തിൽ നിന്നും, കുഴിയിൽ നിന്നും അവൻ നമ്മെ ഉദ്ധരിച്ച് നമ്മെ കൊണ്ട് പുതിയ പാട്ട് പാടിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലേ? സ്തോത്രം. പാഴും ശൂന്യവുമായി തീർന്ന ഭൂമി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. ഈ ഭൂമി ഇതൊന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അന്ന് ഭയങ്കര സന്തോഷത്തിൻ്റെ പാട്ടുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 38-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ സൃഷ്ടിപ്പിന്റെ സമയത്ത് നടന്ന കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. ആലോചിച്ച് നോക്കിയ, സൃഷ്ടിപ്പിന്റെ സമയത്ത് ഗോത്രപിതാക്കന്മാരുടെ കാലയളവിൽ ജീവിച്ച ഇയ്യോബിന്റെ കാലത്ത് പറയുകയാണ്, സ്തോത്രം, സൃഷ്ടിപ്പിന്റെ സമയത്തും വലിയ പുതിയ പാട്ട്. സ്തോത്രം. സന്തോഷത്തിൻ്റെ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം ചിലതെല്ലാം ചെയ്യുമ്പോൾ പാടാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അർഹിക്കാത്തത് നൽകി തരുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറത്തായി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നോക്കിക്കൊന്ന് നൽകി തന്ന സമയങ്ങളിലെല്ലാം ഹല്ലേലൂയ സന്തോഷത്തോടെ പാടുവാൻ ദൈവം ഇടയാക്കി തീർത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചടഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരത്തക്കവണ്ണം, നിരാശപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരത്തക്കവണ്ണം കരച്ചിലും നിലവിളിയും ഹല്ലേലൂയ ഉയരുന്ന സ്ഥാനത്ത് സന്തോഷത്തിൻ്റെയും ആർപ്പിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ സങ്കീർത്തനക്കാരനെ കൊണ്ട് പുതിയ പാട്ട് പാടിച്ചുവെങ്കിൽ പറയാ, ഇന്ന് പകൽക്കാലം ഞാൻ വേദനിക്കുന്ന വിഷയത്തിൽ, ഞാൻ ഞെരുങ്ങുന്ന വിഷയത്തിൽ എൻ്റെ ദൈവം എന്നെ കൊണ്ടൊരു പുതിയ പാട്ട് പാടിപ്പിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇസ്രായേൽ മക്കളെ ദൈവം പുറപ്പെടുവിച്ച് ചെങ്കടലിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ആശ മുഴുവൻ അസ്തമിച്ചു. സകല ഇസ്രായേൽ ജനവും കരയുക. ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഞങ്ങളെ തള്ളിയിട്ട് കൊല്ലുവാനാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ച് മോശയ്ക്ക് നേരെ പിറുപിറുത്തവർ കരയുമ്പോൾ, സ്തോത്രം, മോശ പുറമേ കരയാൻ പറ്റത്തില്ലെങ്കിലും അവനും ഉള്ളിൽ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മോശയോട് ചോദിച്ചു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ഞാൻ പറയട്ടെ, 14-ാം അധ്യായത്തിൻ്റെ അകത്ത് നിലവിളി ഉയർന്നെങ്കിൽ 15-ാം അധ്യായത്തിൻ്റെ അകത്ത് ദൈവം അവരെ കൊണ്ട് പാട്ട് പാടിച്ചു. ആ പാട്ടിൻ്റെ സ്തോത്രം രത്ന ചുരുക്കം എന്താ? അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവർ പറഞ്ഞു, സ്തോത്രം, 14-ാം അധ്യായത്തിൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനില്ല. ഈ ദൈവത്തെ കാണാതെ വണ്ണം മുന്നിൽ ചെങ്കടൽ നിൽക്കുന്നു, പിന്നിൽ ഫറവോൻ നിൽക്കുന്നു, വശങ്ങളിൽ പർവ്വത നിരകൾ, 4 വശവും ചുറ്റപ്പെട്ട സ്ഥാനത്തും സ്തോത്രം നിലവിളിച്ച സ്ഥാനത്ത് 15-ാം അധ്യായത്തിൻ്റെ അകത്ത് പാട്ടുപാടിച്ച ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് പറയാണ്, യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? 14-ാം അധ്യായത്തിൻ്റെ അകത്ത് വഴിയടഞ്ഞെങ്കിൽ 15-ാം അധ്യായത്തിൻ്റെ അകത്ത് തുറന്ന് നിന്നെ പാടിപ്പിക്കുന്ന ദൈവമാണെന്ന് പറ. ജീവിതത്തിൽ അടയുന്ന അധ്യായങ്ങൾ ഉണ്ടാകും, എന്നാൽ അത് താൽക്കാലികമാ. തുറക്കുന്ന അധ്യായങ്ങൾ എൻ്റെ ദൈവം എഴുതി ചേർക്കുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ, അടഞ്ഞുകിടക്കുന്ന ചില അധ്യായങ്ങൾ, അടഞ്ഞ ചില അധ്യായങ്ങൾ ഇന്ന് പകൽ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഈ ദൈവത്തിന് തുല്യനായ ഒരുവനും ഇല്ല എന്ന്, ഈ ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്ന ദൈവമില്ല എന്ന്, ഏകനായി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം എൻ്റെ ദൈവമെന്ന് വ്യക്തമായി തിരിച്ചറിയത്തക്കവണ്ണം 14-ാം അധ്യായം നിന്റെ ജീവിതത്തിൽ അടച്ചെങ്കിൽ ഒരു 15 നിന്നെ തുറന്ന് പാടിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ചില അടഞ്ഞ വിഷയങ്ങളിൽ വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരപടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ.
വഴി അടഞ്ഞ വിഷയത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന, വേദനിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ജീവിതങ്ങൾ സന്തോഷിക്കത്തക്കവണ്ണം, പാട്ടുപാടത്തക്കവണ്ണം, സ്ഥിതിക്ക് മാറ്റം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ദൈവകൃപ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആരംഭത്തിൽ പാടിയെങ്കിൽ ജീവിതത്തിൻ്റെ മധ്യയാമങ്ങളിൽ ദൈവം പാടിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പാട്ട് സന്തോഷത്തിൻ്റെത്. ഞാൻ പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിലും ജീവിതത്തിൻ്റെ അവസാനവും നമ്മെ കൊണ്ട് പാടിപ്പിക്കുന്ന ദൈവമാണ്. എന്താ പാട്ട്? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ദൈവമക്കളെ, നമ്മൾ വാഴാനുള്ളവരാ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തോടുകൂടെ വാഴാനാണ് ദൈവം എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെയും പാടും, ഞാൻ അവിടെയും പാടും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീവിതത്തിൽ കർത്താവിനോട് കൂടെയുള്ള എൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ പാട്ടാണ്, അത് തുടരുമ്പോഴും പാട്ടാണ്, അവസാനിക്കുമ്പോഴും പാട്ടാണ്. ഇതുപോലെ പുതിയ പാട്ട് പാടിക്കുന്ന പുത്തൻ അനുഭവങ്ങളെ തന്ന് നമ്മെ പാലിക്കുന്ന ഒരു ദൈവം ദൂരസ്ഥനല്ല. ആ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്ന, ഇമ്മാനുവലായി കൂടെ ഇരിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ സാന്നിധ്യം തരുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ 96-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം പറ. ദൈവം വലിയവൻ, ദൈവം വലിയവൻ, ദൈവം വലിയവൻ. എൻ്റെ ദൈവം വലിയവൻ. അവന് തുല്യനായിട്ട് ആരുമില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ദൈവത്തിൻ്റെ വലിപ്പം ഒന്ന് കാണുവാൻ തുടർന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 76-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവന്റെ നാമം ഇസ്രായേലിൽ വലിയതാകുന്നു. ദൈവത്തിൻ്റെ നാമം വലിയതാ. സ്തോത്രം. ദൈവത്തിൻ്റെ നാമം വലിയതാ. ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി വെളിപ്പെട്ട നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷിക്കപ്പെടാൻ വേറെ ഒരു നാമവുമില്ല. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം നമ്മുടെ യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിൻ്റെ കീഴിൽ സകല വിഷയങ്ങളും അടങ്ങും. അതിൻ്റെ മുകളിലേക്ക് ഒരു വിഷയം പൊങ്ങത്തില്ല. ഞാൻ പറയട്ടെ, ആ നാമം ധരിച്ചിരിക്കുന്നവരാ ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ആണോ? അങ്ങനെയാണെങ്കിൽ പറ, എൻ്റെ ജീവിതത്തിൽ എനിക്കെതിരായി നിൽക്കുന്ന ഒരു വിഷയവും എൻ്റെ മേൽ പൊങ്ങത്തില്ല. ഹല്ലേലൂയ. എങ്ങനെയാ യേശുവിനെ ധരിക്കുന്നത്? പ്രൈസ് ഗോഡ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മതി. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്തു വേണം? ദൈവത്തോട് ചേരണം, യേശുവിനോട് ചേരണം. യേശുവിനോട് എങ്ങനെയാണ് ചേരുന്നത്? സ്നാനത്തിൽ അത് ഡിക്ലെയർ ചെയ്യണം. എങ്ങനെ? ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഞാൻ യേശുവിനോട് കൂടെ മരിച്ചു, ഞാൻ യേശുവിനോട് കൂടെ അടക്കപ്പെടും, ഞാൻ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കും. പഴയ മനുഷ്യനെ ക്രൂശിച്ച്, പഴയ മനുഷ്യനെ മരിപ്പിച്ച്, പഴയ മനുഷ്യനെ അടക്കി പുതിയ മനുഷ്യനായിട്ട് ഞാൻ എഴുന്നേൽക്കും. ആ ഡിക്ലറേഷനാണ് സ്നാനം. ഞാൻ പറയട്ടെ, അങ്ങനെയുള്ളവർ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അങ്ങനെ ധരിച്ചിട്ടുള്ളവർ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഞാൻ പറയട്ടെ, ആ നാമം ധരിച്ചിരിക്കുന്ന എൻ്റെ നിങ്ങളുടെ മേൽ ഞാൻ പറയട്ടെ, സകല വിഷയവും ഇതിൻ്റെ മുകളിലേക്ക് പൊങ്ങത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാൽ കീഴാക്കി തരുന്ന ദൈവം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന ഒരു ദൈവമാ എൻ്റെ ദൈവം എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. യേശു തൻ്റെ അരിമ ശിഷ്യന്മാരോട് 3.5 വർഷക്കാലത്ത് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ നാമം ഉപയോഗിക്കാം.
യു ക്യാൻ യൂസ് മൈ നെയിം. ആ നാമം കൊണ്ട് നടക്കാത്തതൊന്നുമില്ല എന്ന്. പക്ഷെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. ഉപയോഗിക്കേണ്ടവർ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 14-13-14 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ അങ്ങനെ അങ്ങ് ഓടിച്ചു വിടേണ്ടതല്ല. അത് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, അതിൻ്റെ എംഫസിസ് കൊടുക്കേണ്ടത് എൻ്റെ നാമത്തിൽ. യേശു പറഞ്ഞു എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ചെയ്തു തരുന്ന ദൈവമുണ്ടെന്ന്. സ്തോത്രം. നിന്റെ അപേക്ഷയായിട്ട് പെൻഡിങ്ങിൽ വെക്കത്തില്ലെന്ന്. അത് സാങ്ഷൻ ചെയ്ത് അതിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തക്കവണ്ണം ചെയ്തു തരുന്ന ദൈവമുണ്ടെന്ന്. വചനമാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതുപോലെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. യേശു പറഞ്ഞു, അതിനൊരു ക്ലോസ് പറഞ്ഞു. യോഹന്നാൻ 15:7 പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവമക്കളെ, ആ ഒരു ബന്ധമില്ലാതെ ചോദിക്കല്ലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതൊരു പിരിയ ബന്ധമാണ്. സ്തോത്രം. ഇത് പിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നാം ധരിച്ചിരിക്കുന്ന നാമം സകല നാമത്തിന് മേലായ നാമമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്തോത്രം 75 സങ്കീർത്തനത്തിൽ അവൻ്റെ നാമം ഇസ്രായേലിൽ വലിയത്. ഹല്ലേലൂയ. സ്തോത്രം. 111 സങ്കീർത്തനം 2 വാക്യം. യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയുമാകുന്നു. ദൈവത്തിൻ്റെ നാമം വലിയത്. യേശു സ്തോത്രം. നമ്മൾ പറഞ്ഞു യഹോവ വലിയെന്ന് പറയുമ്പോൾ നാമം വലിയത്. 2, നാമം പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും വലിയത്. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ അസാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ദൈവത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ വിചാരങ്ങളൊക്കെ വ്യത്യസ്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ, 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്നു, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കടലിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. പ്രൈസ് ഗോഡ്. ആ ഭാഗം നമ്മൾ നോക്കിയേ. അവിടെ എഴുതിയിരിക്കുന്നത് വലിയ ഓളം. സ്തോത്രം. വിഷയം വലുതാ, പക്ഷേ വലിയ ശാന്തതയാണ് ദൈവം കൊടുത്തത്. നിന്റെ വിഷയം എത്ര വലുതാണെങ്കിലും അത്രയ്ക്കും വലുതായിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. വലിയ ഓളം വന്നപ്പോൾ വലിയ ശാന്തത കൊടുത്ത ദൈവം. പറ, എൻ്റെ വിഷയം വലുതാണെന്ന് പറഞ്ഞ് നീ ക്ഷീണിച്ചിരിക്കാനല്ല. നിന്റെ വിഷയത്തിൻ്റെ, നിന്റെ പ്രശ്നത്തിൻ്റെ വലിപ്പം നോക്കി ഭാരപ്പെടാനല്ല. വലിയ സൊല്യൂഷൻ തന്ന്, വലിയ വിടുതൽ തന്ന് സഹായിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 37, 38, 39 വാക്യങ്ങളോടെ ഒന്ന് വായിച്ചേ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഞാൻ ദൈവത്തെ സ്തോത്രം ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം, എനിക്ക് മാത്രം ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം. വലിയ പ്രശ്നം വലിയ ശാന്തത തരാൻ, വലിയ വിടുതൽ തരാൻ. ഇവിടെ നോക്കിക്കേ, വലിയ ചുഴലിക്കാറ്റ്. പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. വലിയ ചുഴലിക്കാറ്റ് വന്നെങ്കിലും മുങ്ങിന്ന് എഴുതിയില്ല കേട്ടോ, മുങ്ങുമാറായെന്ന് എഴുതിയുള്ളൂ. ഞാൻ പറയട്ടെ, മുങ്ങുമാറായെന്ന് തോന്നും,
മുങ്ങിന്ന് ഒരിക്കലും നിന്നെ കൊണ്ട് എഴുതിക്കത്തില്ല. ആ പടകിനകത്ത് യേശുണ്ട്. എൻ്റെ പടകിൽ യേശുണ്ടെന്ന് ഉറപ്പാക്കിക്കോ. ഇന്ന് പകൽ എൻ്റെ പടകിൽ യേശുണ്ടെന്ന് ഉറപ്പാക്കിക്കോ. മുങ്ങിന്ന് എഴുതിപ്പിക്കത്തില്ല, മുങ്ങിന്ന് എഴുതിപ്പിക്കത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മുക്കിക്കളയുവാൻ നിൽക്കുന്ന ശക്തികളുണ്ടെങ്കിലും മുങ്ങാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. കാറ്റിനെ ശാസിച്ച ഒരു ദൈവമുണ്ട്. കടലിനെ ശാന്തമാക്കിയ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ എനിക്ക് വേണ്ടി ആ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. വലിയ ചുഴലിക്കാറ്റ്, അതിന്റെ 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, പിന്നെ വലിയ ശാന്തതയുണ്ടായി. വലിയ ശാന്തതയുണ്ടായി. വലിയ കൊടുങ്കാറ്റ, വലിയ ശാന്തത. ഇപ്പം ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്ക് ഉറപ്പുണ്ട്, മുങ്ങത്തില്ല. ഒരു വലിയ ശാന്തതയുണ്ട്. ഇപ്പോഴത്തെ കൊടുങ്കാറ്റ് കണ്ട് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. വലിയൊരു ശാന്തതയുടെ സമയം ദൈവം വച്ചിട്ടുണ്ട്. ഒരു സ്വസ്ഥതയുടെ സമയം വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇളകി മറിയുന്ന അനുഭവങ്ങളാ, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളാ. എന്നാൽ എല്ലാം നേരെയാകാൻ പോവുക. അമരത്തിരിക്കുന്നവൻ വെറുതെ ഇരിക്കത്തില്ല. വലിയ ശാന്തത കൽപ്പിക്കുന്ന ദൈവമാ. അവൻ്റെ പ്രവൃത്തി വലിയതാണ്. ഹല്ലേലൂയ! എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി വലിയതാണെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. 136-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞാൻ പെട്ടെന്ന് പോകട്ടെ, സമയം നമ്മുടെ മുന്നിൽ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അത്ഭുതം എന്നല്ല അവിടെ എഴുതിയേക്കുന്നത്, പിന്നെയോ മഹാത്ഭുതം. സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, അതിശയ പ്രവൃത്തികളാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ അതിശയങ്ങൾ. മഹാത്ഭുതം എന്ന് പറയുമ്പോൾ അതൊരു അതിശയമാണ്. ഹല്ലേലൂയ! ഇതുപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. വെറുതെ അല്ല നമ്മുടെ യേശുവിന് പേരിട്ടത് അവൻ അത്ഭുത മന്ത്രി എന്ന്. എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാണ്. ഇന്ന് പകൽ പറ, എൻ്റെ ജീവിതത്തിൽ അതുപോലെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. എൻ്റെ ദൈവം ചെയ്യും. എന്നോട് കൂടെയുള്ള ദൈവം ചെയ്യും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാ, നല്ല ഇടയനായ യേശുവിൻ്റെ സാന്നിധ്യമാ ഞാൻ അനുഭവിക്കുന്നത്. അവൻ്റെ നാമം വലിയതാണ്, അവൻ്റെ പ്രവൃത്തി വലുതാണ്, അവൻ്റെ അതിശയങ്ങൾ വലുതാണ്. ഹല്ലേലൂയ! സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളൊന്ന് ചേർത്ത് വായിച്ചാട്ടെ. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. അത് മറക്കണ്ട കേട്ടോ. സ്തോത്രം. കഷ്ടതയ്ക്കായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. എന്നാൽ ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തെ ഭരമേൽപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുന്നു. 2 ശമൂവേൽ 24-ാം അധ്യായം 14-ാം വാക്യം. 2 ശമൂവേൽ 24:14. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ. ദാവീദ്, സ്തോത്രം, ജനത്തെ എണ്ണി ദൈവത്തോട് പാപം ചെയ്തു. 3 ശിക്ഷകൾ അവൻ്റെ മുമ്പിൽ ദൈവം വെച്ചു. 1, 7 വർഷത്തെ ക്ഷാമം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കയറാം. 7 വർഷത്തെ ക്ഷാമം. 2, 3 വർഷത്തെ ശത്രുക്കൾ പിന്തുടർന്നുള്ള പീഡ. 3-ാമത്തേത് 3 ദിവസത്തെ മഹാമാരി. ഏത് വേണമെന്ന് ചോദിച്ചു. എൻ്റെ ദൈവം 3ഉം വേണ്ട. ദാവീദ് പറഞ്ഞു, ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതിന്. വായിച്ചു. അവന്റെ കരുണ വലിയതല്ലോ. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുക മാത്രമേ ഉള്ളൂ. അവൻ്റെ കരുണ വലിയതല്ലോ. മനുഷ്യന്റെ കയ്യിൽ. ഇന്ന് പകൽ പറ, സ്തോത്രം. വീഴ്ച വന്നാലും എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കരുണ വലുതാണ്. ആ കരുണ വലുതാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം ചെയ്താട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. 3-ാം അധ്യായം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ദൈവമക്കളെ, സ്തോത്രം. ഇന്ന് ഈ ആലയത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ കരുണയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ കരുണ വലുതാണ്. 86-ാം സങ്കീർത്തനം 13-ാം വാക്യം.
എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ എന്നോടുള്ള ദയ വലുതാണ്. 31-ാം സങ്കീർത്തനം 19-ാം വാക്യം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. അവന്റെ നന്മ എത്ര വലുത്. ഹല്ലേലൂയ. ഇതുപോലെയൊന്നും ഞാൻ പറയട്ടെ, എൻ്റെ ദൈവം വലിയവനെന്ന് പറയുമ്പോൾ ഇതെല്ലാം ആ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പറ, എന്നോടുള്ള കരുണ വലുതാ, എന്നോടുള്ള ദയ വലുതാ, എന്നോടുള്ള അവൻ്റെ നന്മ വലുതാ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഈ ദൈവം വലിയവൻ, ഈ ദൈവം വലിയവൻ, ഈ ദൈവത്തെ പോലെ മറ്റാരുമില്ല. ഈ ദൈവം എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ ദൈവം തിന്മയായിട്ടൊന്നും ചെയ്യത്തില്ല. ഈ ദൈവം കരുണ അടച്ചു കളയത്തില്ല. ഈ ദൈവം ദയ ദീർഘമാക്കുന്ന ദൈവമാ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവം വലിയവൻ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മ തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. അമ്മ തൻ ഉദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയോടെ വീണ്ടെടുത്തല്ലോ. നരയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോട് തുല്യനായി ആരുമില്ല. നരയോളം ചുമക്കാമെന്നരുളിയോനേ, നിന്നോട് തുല്യനായി ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന വീണം ചിന്തി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന വീണം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവും നടത്തിടുവാൻ യേശുവിൻ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളവും നടത്തിടുവാൻ യേശുവിൻ നീ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ആമേൻ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ആമേൻ. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ഈ ദൈവം വലിയ ദൈവം. അവൻ്റെ നാമം
വലിയത്, അവൻ്റെ പ്രവൃത്തി വലിയത്, അവൻ്റെ അതിശയങ്ങൾ വലിയത്, അവൻ്റെ കരുണ വലിയത്, അവൻ്റെ ദയ വലിയത്, അവൻ്റെ നന്മ വലിയത്. വലിയത് എനിക്ക് വേണ്ടി ഇതുപോലെ ചെയ്യുന്ന നല്ല ഇടയനായ ഒരു യേശു എനിക്കുണ്ട്. ഞാൻ അവൻ്റെ കൈക്കലെ ഒരാടാണ്. അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതകാലം മുഴുവൻ നല്ല ഇടയനായ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു. അവൻ്റെ വചനം അനുസരിച്ച് അവനൊരുക്കുന്ന സകല കാര്യങ്ങളിലും അനുഭവിച്ച് എൻ്റെ ഇടയനെ എനിക്കൊന്ന് പ്രസിദ്ധപ്പെടുത്തുവാൻ, അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ ഒന്ന് വിവരിക്കുവാൻ, അനേകരെ ഈ ആട്ടിൻ കൂട്ടത്തിലേക്ക് നയിക്കുവാൻ ഒരു അന്ത്രയോസിനെ പോലെ ഒരു വിശാല മനസ്സ് എനിക്ക് തന്ന്, എൻ്റെ ദൈവമേ, തുടർന്നുള്ള നാളുകളിൽ ഞാൻ പ്രയോജനമുള്ള ഒരു വ്യക്തിയായി തീരത്തക്കവണ്ണം ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് എന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നവർ നിങ്ങളുടെ വലത്ത് കരമുയർത്താം. കർത്താവൻ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ കരമുയർത്തിയവരുടെ ജീവിതത്തിൽ അങ്ങ് വലിയവനെന്ന്, അങ്ങയുടെ പ്രവൃത്തി വലിയതെന്ന്, ഞാൻ കേട്ടതുപോലെ 7 കാര്യങ്ങൾ വലിയതെന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പറയത്തക്കവണ്ണം കർത്താവേ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തി എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. അനേകരിലേക്ക് കർത്താവേ ഈ സന്ദേശം പകരപ്പെടുവാൻ, അനേക തകർന്ന ജീവിതങ്ങളെ ഈ നല്ല ഇടയൻ പണിതെടുക്കുന്ന അനുഭവങ്ങൾ വരും കാലങ്ങളിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വാത്സല്യ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.